വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി സ്മൂത്ത് ചെയ്തിട്ട് ഒരു വർഷമാകാറായി. അപ്പോൾ അതിൻ്റെ റിസൾട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മുടി സ്മൂത്ത് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ മുടി ഒന്ന് അയച്ചിട്ടിട്ടുണ്ട്. മുടി കെട്ടി വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ പിന്നി വെച്ചോണ്ടാകട്ടോ, ഇവിടെ ഒരു ചെറിയൊരു ചുരുളിച്ച ഉണ്ടോ, മുടി പിന്നി വെക്കും. ഞാൻ ഇപ്പോൾ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ പിന്നിയിടും, അല്ലെങ്കിൽ മുടി അയച്ചിട്ട് എപ്പോഴും നടക്കാറില്ല. എൻ്റെ മുടി നല്ല രീതിക്ക് നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് നല്ല രീതിക്ക് കാണാം. നിങ്ങൾ കണ്ടോ, എൻ്റെ മുടി കണ്ടോ, നല്ല രീതിക്ക് നീളം വെച്ചേക്കണം കേട്ടോ, കണ്ടോ. അപ്പോൾ എൻ്റെ മുടി നല്ല രീതിക്ക് നീളം വെച്ചു, പക്ഷേ ഉള്ളു കുറവാണ് കേട്ടോ, അന്നത്തെ അതുപോലെ തന്നെ. അപ്പം ഞാൻ എൻ്റെ മുടി ശ്രദ്ധിച്ചത് എങ്ങനെയാണെന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ എല്ലാ മാസവും സ്പാ ചെയ്യുന്നുണ്ടായിരുന്നില്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ട്. കാരണം നമുക്ക് എല്ലാ മാസവും ചിലപ്പോൾ 1000 രൂപ എടുക്കണമെന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഓരോരോ കെയർ ചെയ്യാൻ തുടങ്ങി. ഡെയിലി നമ്മൾ കണ്ടീഷണറും ഷാമ്പൂ ഇട്ട് മുടി കഴുകണമെന്നായിരുന്നു എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തില്ല. കാരണം അത് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഷാമ്പൂവും കണ്ടീഷണറും ഇടുമ്പോൾ മുടി ചീത്തയാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മുടി നീളം വെക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ചില ദിവസങ്ങളിൽ അലോവേറ ജെൽ, ഫ്രഷ് കെമിക്കലുള്ള വേറെ ഒന്നുമല്ല, നല്ല ഫ്രഷ് അലോവേറ ജെല്ല് ഇടയ്ക്കെടുത്ത് തലയിൽ തേച്ച് ഒരു ദിവസം മൊത്തം അങ്ങനെ വെക്കും. അതായത് ഒരു നൈറ്റ് ഒരു 6 മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എപ്പോഴാണ് ഞാൻ കുളിക്കുന്നത് ആ സമയത്തായിരിക്കും അത് കഴുകിക്കളാം. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ തലയിൽ അലോവേറ ജെല്ല് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വിറ്റാമിൻ ക്യാപ്സ്യൂൾ ഇടയ്ക്ക് ഓയിലിൽ അപ്ലൈ ചെയ്ത് തേക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ മുടിയിൽ. പിന്നെന്താ, ഞാൻ മുടി കെട്ടി വെക്കും, അയച്ചിടാറില്ല എപ്പോഴും. കാരണം അയച്ചിടുമ്പോൾ നമ്മുടെ മുടി ചീത്തയാവും. നമ്മളെപ്പോഴും കെട്ടി വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുടി എപ്പോഴും ഇങ്ങനെ അയച്ചിടാണ്, മുടി ഫുൾ ടൈം കെട്ടി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പിന്നിടുന്നുണ്ടായി ഇങ്ങനെ വന്നേക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഓക്കെ ആയി നോർമലായിട്ട് വരും. ഇപ്പോഴും എൻ്റെ മുടി സ്മൂത്ത് ചെയ്ത പോലെ തന്നെയാണ്. എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ചുരുളിച്ചുള്ളത് ഇപ്പം മുടി പിന്നേൻ്റെയാണ് ഞാൻ പറഞ്ഞില്ലേ, അത് നാളെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് മാറും. അപ്പോൾ ഇതാണ്ടേ, ഞാൻ പിന്നെ എല്ലാ ദിവസവും തല കഴുകാറില്ല. എറണാകുളത്തായിരിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും തല കഴുകും. കാരണം ചൂടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എപ്പോഴും തല വാഷാണ്, എനിക്ക് കുളിക്കുമ്പോൾ തല വാഷാണ്. ഇവിടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും തല വാഷ് ചെയ്യാറില്ല, വെള്ളം മാറുന്നതുകൊണ്ട്. വീട്ടിൽ വരുമ്പോൾ നല്ല തണുപ്പ്, നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ട് അത്ര ചൂടോ വീർപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മുടി കഴുകാറില്ല. 2 ദിവസമൊക്കെ കൂടുമ്പോഴേ തല കഴുകാറുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഓയിലൊക്കെ അപ്ലൈ ചെയ്യും, മുടിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ല രീതിക്ക് ഹെയർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുന്നതുകൊണ്ട് എൻ്റെ മുടി ഇപ്പോൾ നീളമൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതാണ് എൻ്റെ റിസൾട്ട്. അതായത് ഞാൻ സ്മൂത്ത് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ റിസൾട്ട് ഇതൊക്കെയാണ്. ഞാൻ അലോവേറ ജെല്ല് തേക്കാറുണ്ട്. അലോവേറ ജെല്ലാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് വല്ലതും താളി ഇട്ട് കൊടുക്കും തലയിൽ. വിറ്റാമിൻ ക്യാപ്സ്യൂൾ ഇടാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. കഞ്ഞിവെള്ളം ഇടണമെന്നൊക്കെ വിചാരിക്കും, തലയിൽ കഞ്ഞിവെള്ളം തലേ ദിവസം കഞ്ഞിവെള്ളം തേക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്ക് അതിന് സമയം കിട്ടാറില്ല. ഞാൻ കഞ്ഞി ഊറ്റുമ്പോൾ ആ കാര്യം മറന്നു പോകുന്നതുകൊണ്ട് തന്നെ അത് ചെയ്യാറില്ല. പിന്നെ ഉലുവ ഇടയ്ക്ക് അരച്ചിലിടാറുണ്ട്. ഉലുവ ചിലപ്പം തോന്നിയിരുന്ന ഓർത്താൽ ഞാൻ ഇതുപോലെ ഉലുവയുടെ കാര്യം മറന്നു പോകും. അപ്പോൾ തലേ ദിവസം ഉലുവ ഇട്ടിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഓർക്കുവാണെങ്കിൽ ഉലുവ ഞാൻ ഇടാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടി ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ നിങ്ങൾ എൻ്റെ മുടിക്ക് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം.